ഹലോ, ഇന്നത്തെ വീഡിയോ ഇതുപോലത്തെ ഒരു ടോപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഇത് 3 to 4 ഇയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് പാകാവുന്ന ടോപ്പാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടോപ്പാണ്. അത് ബിഗിനേഴ്സിനും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോട്ടൺ യാണാണ്. അതുപോലെ തന്നെ 3.5 mm ക്രോഷേ ഹുക്കാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ചെയിൻ സ്റ്റിച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് 4-ply കോട്ടൺ യാണാണ്. ഞാനിവിടെ 81 ചെയിൻ സ്റ്റിച്ചസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 5 സ്റ്റിച്ചസ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. 1 2 3 4 5 സ്കിപ്പ് ചെയ്യാം. ദെൻ 6th നമുക്കൊരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 6th ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാം. താഴെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച്, താഴെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിലേക്ക് നമുക്കൊരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ റൗണ്ടല്ല, ഇത് മൊത്തം നമ്മൾ ഈ ഒരു പാറ്റേണിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് 4 ചെയിൻ സ്റ്റിച്ചസ് ഇടാം. 1 2 3 and 4 ചെയിൻ സ്റ്റിച്ചസ് ഇട്ടു. താഴെ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാം. ആ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാം. ദെൻ താഴെ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാറ്റേൺ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഇതുപോലെ നമുക്ക് എത്ര റൗണ്ട് വേണോ, അതായത് എത്ര ഹൈറ്റിൽ വേണോ അതുവരെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 25 റൗണ്ട്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് അതിൽ നമുക്ക് ഡിഫറൻസ് വരുത്താം. ഞാനിവിടെ 25 റോസാണ് ചെയ്യണത്. അപ്പം ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പാർട്ടും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇത് ഫ്രണ്ട് പാർട്ട്, അതുപോലത്തെ ഒരു ബാക്ക് പാർട്ടും കൂടെ നമുക്ക് ഉണ്ടാക്കണം. ഇനി നമുക്ക് ഫസ്റ്റ് ഒരു 5 സ്റ്റിച്ചസ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ദെൻ 6th നമുക്ക് ഇവിടെ നമുക്ക് യാൺ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ ചെയിൻ 4 ഇടാം. 1 2 3 and 4 ചെയിൻ സ്റ്റിച്ചസ് ഇടാം. ദെൻ താഴെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിലേക്ക് നമുക്കൊരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. സെയിം പാറ്റേൺ തന്നെയാണ്, പക്ഷെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു 5 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്കൊരു 5 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യണം. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതുപോലെ ഈ ഭാഗത്ത് നമ്മൾ 5 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം ഫസ്റ്റ് 4 ചെയിൻ സ്റ്റിച്ചസ് ചെയ്യാം. 1 2 3 4 നമുക്ക് ടേൺ ചെയ്യാം. ദെൻ നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാം. അടുത്ത സ്കിപ്പ് ചെയ്യാം. അതിൻ്റെ അടുത്തതിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് ഇടാം.
ഇത് ഞാൻ അറൗണ്ട് ഒരു 7 റൗണ്ട്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിലേക്ക്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 7 റൗണ്ട്സ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ യാണ് കട്ട് ചെയ്യുന്നില്ല, കണ്ടിന്യൂ ചെയ്യാം. ആദ്യം 4 ചെയിൻ സ്റ്റിച്ചസ് ഇടാം, ദെൻ ടേൺ ചെയ്യാം. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തയിലേക്ക് നമുക്കൊരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണില്ല. നമ്മളൊരു ടോട്ടൽ 8 ഡബിൾ ക്രോഷേ ചെയിൻ സ്റ്റിച്ച്, നമ്മുടെ ഫസ്റ്റ് ചെയിൻ 4 അടക്കം 8 ഡബിൾ ക്രോഷേ വരുന്നതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും ടോട്ടൽ ഞാനിവിടെ 8 ഡബിൾ ക്രോഷയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മുകളിലേക്ക് ചെയ്ത് കൊടുക്കാം. ചെയിൻ 4 ഇടാം, ടേൺ ചെയ്യാം, സ്കിപ്പ് ചെയ്യാം, ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മുകളിലേക്ക് ഞാൻ ടോട്ടൽ ഒരു 6 റൗണ്ട്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഞാനിവിടെ 6 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്തൊരു ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്തും ഇതുപോലെ മുകളിലേക്ക് ഒരു 6 റൗണ്ട്സ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഈ ഒരു ഭാഗം ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന യാൻസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിനൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് യാണൊന്ന് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. 2 സൈഡിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്ക് സൈഡും, ഇത് ഞാൻ ഫ്രണ്ട് സൈഡായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് സൈഡും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് 2 സൈഡും വെച്ച് കൊടുക്കാം. ബാക്ക് സൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് 4 റൗണ്ടും അതിൻ്റെ താഴത്തേക്ക് 9 റൗണ്ടുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതാണ് ഈ 2 പാർട്ടും തമ്മിലുള്ള വ്യത്യാസം. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അത് ഫ്രണ്ട് നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടും ബാക്ക് നെക്ക് കുറച്ച് കയറിയിട്ടും അത്ര ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അതുപോലെ 2 പാർട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നീറ്റിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു യാൺ കുറച്ച് നീട്ടിയിട്ട് കട്ട് ചെയ്താൽ മതി. പക്ഷേ ഞാനിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫസ്റ്റ് മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് നമുക്ക് യാൺ എടുക്കാം. അതിൻ്റെ സെക്കൻഡിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്കും യാൺ എടുത്തിട്ട് നീഡിലെടുത്തിട്ട് ഇതുപോലെ യാണൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ഓരോ സ്റ്റിച്ചിലും നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് പാർട്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഷോൾഡർ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ഡ്രസ്സിൻ്റെ ഉൾഭാഗത്തേക്കായിരിക്കും ഈ ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ടാവുക. ഇതുപോലെ അടുത്ത ഷോൾഡർ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊന്ന് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത ഷോൾഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നെക്കിൻ്റെ ഭാഗത്തേക്ക് ചെയ്ത് കൊടുക്കാം. ആ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ നല്ല ഭാഗം എടുക്കാം. ഇതൊന്നും നമുക്ക് മറിച്ചു കൊടുക്കാം. അതിൻ്റെ നല്ല ഭാഗത്തേക്ക് വരാം. ഇനി നമുക്ക് നല്ല ഭാഗത്താണ് ഇനി ഞാൻ യാണൊന്ന് ഇതുപോലെ ഒന്ന് പുള്ള് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്കിൻ്റെ ചുറ്റും ഓരോ സ്റ്റിച്ചിലും നമുക്ക് ഇതുപോലെ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഓരോ സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യണത്. ഇത് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, കാരണം നമുക്ക് ആ സ്റ്റിച്ച് കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കോർണറിലെത്തുമ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഡിഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഈ മുകളിലത്തെ സ്റ്റിച്ചും താഴത്തെ സ്റ്റിച്ചും കൂടെ ഒരു ഡിഗ്രീസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിലൊരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. 4 കോർണറിലും നമുക്ക് ഇതുപോലെ തന്നെ ഡിഗ്രീസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാം. ആ കോർണറിൽ വരുന്നൊരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ചുറ്റിനും നമുക്കിതുപോലെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം.
ഫസ്റ്റ് റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ നെക്കിൻ്റെ ചുറ്റും ഹാഫ് ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ ഫസ്റ്റ് നമുക്ക് 2 ചെയിൻ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കാം. ദെൻ നമുക്ക് ഫ്രണ്ട് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. ഫ്രണ്ട് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ, അതായത് അടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ടിലൂടെ ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ബാക്കിലൂടെ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റും. ഇത് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ഹാഫ് ഡബിൾ ക്രോഷേ. ദെൻ അടുത്ത സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ. ഈ റൗണ്ടിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ആണ് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ട് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ, ദെൻ ബാക്ക് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ അറിയുമ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ ബാക്കിലൂടെ നമുക്ക് ഇതുപോലെ നീറ്റിൽ കയറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് യാണ് ഇതുപോലെ ഒന്ന് ഫുൾ ത്രൂ ചെയ്തെടുക്കാം. ദെൻ ഡബിൾ ക്രോഷേ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അത് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ. ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ അറിയുമ്പോൾ ഈ അടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ടിലൂടെ ഇതുപോലെ നീറ്റിൽ എടുത്തിട്ട് നമുക്ക് യാണ് പുൾ ത്രൂ ചെയ്തിട്ട് ദെൻ നമുക്കതിലൊരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ഹാഫ് ഡബിൾ ക്രോഷേ ആൻഡ് ബാക്ക് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേ. ഇതുപോലത്തെ 2 റൗണ്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 2 റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നെക്ക് കുറച്ച് വൈഡായിട്ട് തോന്നി. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ, അതിൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ മാത്രം ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ ഞാനിവിടെ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഓരോന്നിലും ഈ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്തതിൽ വീണ്ടും ഒരു ലെയർ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ മാത്രം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഓരോ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ ഒന്നും ചെയ്യണില്ല. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേൻ്റെ മേലെ അടുത്ത റൗണ്ടിൽ അതിൽ തന്നെ നമ്മൾ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നെക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടി. അല്ലാച്ചാൽ എനിക്ക് കുറച്ച് വൈഡായിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ പെർഫെക്ഷനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു റൗണ്ട് ചെയ്ത് കൊടുത്തു. ആ റൗണ്ട് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ വരുന്ന യാൺസൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നെക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ പോർഷൻസിലേക്ക് പോവാം. സ്ലീവിൻ്റെ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് യാണിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ചെയിൻ 4 ഇടാം. 4 ചെയിൻ സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്തൊരു സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അടുത്തൊരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് ഇടാം. ഇത് നമുക്ക് ഈ സ്ലീവിൻ്റെ ചുറ്റിനും ചെയ്ത് കൊടുക്കാം.
ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് ഈ ഒരു ലോങ് സ്റ്റിച്ച് ഉണ്ടല്ലോ, ലോങ് ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യം, ദെൻ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് അടുത്തതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക്, അടുത്ത ഡബിൾ ക്രോഷ്യൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്കൊരു ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അല്ലാച്ചാൽ അവിടെ ഹോള് വലിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടെ 2 സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ബാക്കി ഓരോന്നിലും ഇതുപോലെ തന്നെ ഡബിൾ ക്രോഷ്യ ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി ഓരോന്നിലും നമുക്ക് നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്ലീവ് എത്രയാണോ വേണ്ടത് അത്രയും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 8 റൗണ്ട് 2 സ്ലീവിനും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് 2 പാർട്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാർട്ടും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ഇൻസൈഡാണ് ചെയ്യണത്. നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ചെയ്ത പോലെ തന്നെയാണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഫുള്ള് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന യാൺസൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഹൈഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നോർമൽ ഒരു നീറ്റിലാണ് എടുത്തിട്ടുള്ളത്. ടാപ്പസ്ട്രി നീറ്റിലല്ല യൂസ് ചെയ്യുന്നത്, നോർമൽ നീറ്റിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഗ്രിപ്പ് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ടാപ്പസ്ട്രി നീറ്റിൽ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് വലിയ ഹോളായിട്ടും അതുപോലെ പെട്ടെന്ന് ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. ഈ നോർമൽ നീറ്റിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുമ്പോൾ അത് ഊരിപ്പോരാനുള്ള ചാൻസ് എനിക്ക് കുറവായിട്ടാണ് തോന്നിയത്. അപ്പം ഞാനിങ്ങനെ എക്സ്ട്രാ വരുന്ന യാൺസൊക്കെ ഇത് ഹൈഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ നോർമൽ നീറ്റിലാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ. ഇതുപോലെ എക്സ്ട്രാസ് വരുന്ന യാൺസൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇതിൻ്റെ ഉൾഭാഗമാണ്. നമുക്ക് പിന്നെ നല്ല ഭാഗത്തേക്ക് പോവാം. നല്ല ഭാഗം നമുക്കൊന്ന് എടുക്കാം. എനിക്കിങ്ങനെ 2 പാർട്ടായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അതായത് നമ്മൾ ഡ്രസ്സിൻ്റെ 2 പാർട്ട്, ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. കാരണം ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്കതിനൊരു ഷേപ്പോ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക, കുറച്ച് പെർഫെക്ഷനിൽ നമുക്ക് കിട്ടുകയും ചെയ്യും.
അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ വരുന്ന യാൺസൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ടോപ്പാണ്. അങ്ങനെ കൂടുതൽ എന്താ പറയുക, ഒന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. സിമ്പിളായിട്ട് ഹാഫ് ഡബിൾ ക്രോഷേ ഇങ്ങനത്തെ സ്റ്റിച്ചസ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. 2 പാർട്ടായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നിച്ച് ചെയ്യുമ്പോൾ എനിക്കതൊരു ഷേപ്പോ അങ്ങനെയൊന്നും തോന്നാറില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് പെർഫെക്ഷൻ തോന്നാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിന് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം.